സർ സർ പെട്ടെന്നാണ് ഗിരിധർ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. ശ്യാമിലിയാണ് ഗിരിധരനെ വിളിച്ചത്. സാർ എന്താ ആലോചിക്കുന്നത്? ദേ എത്താറായി. ശ്യാമിലി, എന്നെ ഞാൻ വാങ്ങിയ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, ഗിരിധർ പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു. സാർ എന്തു പറ്റി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ? ശ്യാമിലി ഗിരിയോട് ചോദിച്ചു. ഗിരിധർ ശ്യാമിലിയെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ കുറേ പട്ടമുണ്ടായിരുന്നു എനിക്ക്. ആ പട്ടങ്ങൾ മാത്രമായിരുന്നു എൻ്റെ സ്വത്ത്. ഒരു ദിവസം എൻ്റെ പട്ടങ്ങളെ കുറേ കുരുപ്പ് ചെക്കന്മാർ നൂല് പൊട്ടിച്ചു പറത്തിവിട്ടു. എൻ്റെ പട്ടങ്ങൾ ലക്ഷ്യമില്ലാതെ മേഘങ്ങൾക്കിടയിലൂടെ പറന്നുപോയി എന്നെ തനിച്ചാക്കി. ഗിരിധരൻ്റെ മിഴിയിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. കാര്യമായി എന്തോ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചുവെന്ന് ശ്യാമിലിക്ക് മനസ്സിലായി. എന്താണെന്ന് ചോദിക്കാൻ ആ അവസരത്തിൽ ആകുമായിരുന്നില്ല. സോറി സാർ, ഞാൻ വെറുതെ